ശ്രീമന്നാരായണീയം ദശകം 19 പ്രചേതസ്സുകളുടെ കഥ. വൃത്തം വംശസ്ഥം. ശ്ലോകം 1. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഥോസ്തു നപ്താ പ്രഥുധർമ്മകർമ്മഠ പ്രാചീന ബർഹിർയുവദൗഷധദ്രുതൗ പ്രചേതസോ നാമ സുചേതസസുതാൻ അജീജനത്വത്കരുണാങ്കുരാനിവ. ഭാഗവതം 4-ാം സ്കന്ധത്തിന്റെ ഒടുവില് 24 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളില് വിവരിച്ചിട്ടുള്ള പ്രചേതസ്സുകളുടെ കഥയാണ് ഈ ദശകത്തിൽ ചുരുക്കി പറയുന്നത്. പൃഥുവിന്റെ വംശത്തിൽ ആണ് പ്രചേതസ്സുകളുടെ ജനനം. പൃഥുവിന്റെ. നപ്ത. നപ്ത എന്ന് പറഞ്ഞാൽ പൗത്രന്റെ പുത്രൻ. അതായത് പൃഥു ചക്രവർത്തിയുടെ പുത്രൻ വിജിതാശ്വൻ. വിജിതാശ്വന്റെ പുത്രൻ ഹവിർധാനൻ. ഹവിർധാനന്റെ പുത്രനാണ് ബർഹിഷത്ത്. ആ ബർഹിഷത്തിനെയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. പൃഥു ധർമ്മകർമ്മഠ. പൃഥു എന്നിവിടെ അർത്ഥമാക്കുന്നത് ധാരാളം, ധാരാളം എന്നുള്ള അർത്ഥം എടുക്കുക അവിടെ. പരമധാർമ്മികനും യാഗാദി കർമ്മങ്ങളില് ഏറ്റവും തൽപരനുമായിരുന്ന പ്രാചീന ബർഹി. പ്രാചീന ബർഹിസ് ആകട്ടെ. ഇവിടെ പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞാൽ ഈ ബർഹിഷത്തിന്റെ വിളിക്കുന്ന പേരാണ്. ഒരുപാട് യാഗങ്ങൾ അദ്ദേഹം അനുഷ്ഠിച്ചു. വളരെ വളരെ യാഗങ്ങൾ ചെയ്തത്. അതിന്റെ ഫലമായിട്ടാണ് പ്രാചീന ബർഹിസ് എന്ന പേരുണ്ടായത്. കിഴക്കോട്ട് തല വരുമാറ്. ബർഹിസ് എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ലുകളാണ്. ആ ദർഭപ്പുല്ലുകളെ ഭൂമിയിൽ മുഴുവൻ വിരിച്ചവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് ഓരോ യാഗങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും കിഴക്കോട്ട് തല വരുമാറ് ദർഭപ്പുല്ലുകൾ വിരിക്കുക. അങ്ങനെ ഭൂമി മുഴുവൻ ദർഭ വിരിച്ചവനാണ് പ്രാചീന ബർഹിസ്. യാഗങ്ങൾക്ക് മഹാവേദിയിലാകെ ദർഭപ്പുല്ല് കിഴക്കോട്ട് തലയാക്കി വിരിക്കേണ്ടതുണ്ട്. അങ്ങനെ വിരിച്ചത് കൊണ്ടാണ് ഈ പേര് വന്നത്. ഇവിടെ പ്രാചീനം, പ്രാചീന എന്ന് പറഞ്ഞാൽ ഇവിടെ കിഴക്കാണ്, കിഴക്കോട്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പിന്നെ ശതദ്രുതി എന്ന പത്നിയിൽ. ശതദ്രുതൗ പ്രാചീന ബർഹി തു. പ്രാചീന ബർഹിസ് ആകട്ടെ ശതദ്രുതൗ യുവതൗ. ശതദ്രുതി എന്ന പത്നിയിൽ. സമുദ്രപുത്രിയാണ് ശതദ്രുതി, പ്രാചീന ബർഹിസിന്റെ ധർമ്മപത്നി. ആ ശതദ്രുതിയിൽ അദ്ദേഹത്തിന് ത്വത് കരുണാങ്കുരാൻ ഇവ. ത്വത് നെന്തിരുവടിയുടെ കരുണ അങ്കുരാൻ ഇവ. കരുണ തന്നെ മുളച്ച, അങ്കുരം എന്ന് പറഞ്ഞ മുളയാണ്, മുളച്ചു വന്നിട്ടുള്ളതാണോ ഇവ എന്ന് തോന്നിപ്പോകുന്ന പ്രചേതസ നാമ. പ്രചേതസ്സുകൾ എന്ന പേരുള്ള സുചേതസ നല്ല മനസ്സുള്ള സുതാൻ പുത്രന്മാര് അജീജനത് ഇവിടെ ജനിച്ചു. അപ്പൊ ഇവിടെ പ്രാചീന ബർഹിത്തു
പ്രാചീന ബർഹിസാകട്ടെ ശതദ്രുതൗ, ശതദ്രുതി എന്ന യുവതൗ, ആ പത്നിയില്, ഭാര്യയില് ഭഗവാന്റെ കരുണ തന്നെ മുളച്ചു വന്നിട്ടുള്ളതാണോ എന്ന് തോന്നിപ്പോകുന്ന പ്രചേതസ്സുകൾ എന്നു പേരുള്ള പരിശുദ്ധ ഹൃദയമുള്ളവരായ, നല്ല മനസ്സുള്ളവരായ സുതാൻ പുത്രന്മാരെ അജീജനത്, അജീജനം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിപ്പിച്ചു എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. അപ്പൊ ഭഗവാന്റെ കാരുണ്യം തന്നെ രൂപമെടുത്തു വന്നതാണോ എന്ന് തോന്നും അവരെ കണ്ടാൽ. 10 പുത്രന്മാരാണ് ഇവിടെ ഉണ്ടായത്. അവർക്ക് പ്രചേതസ്സുകൾ, എല്ലാവർക്കും പ്രചേതസ് എന്നാണ് പേര്. അതുകൊണ്ട് തന്നെ 10 പുത്രന്മാർക്കും കൂടി പ്രചേതസ്സുകൾ എന്നാണ് പറയുന്നത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെ കിട്ടിയ സത്പുത്രന്മാരാണ് ഈ പ്രചേതസ്സുകൾ. പൃഥു ചക്രവർത്തിയുടെ വംശത്തിലാണ് ഈ പുത്രന്മാര്, പ്രചേതസ്സുകൾ ജനിച്ചിട്ടുള്ളത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.